എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഗീ റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ പോവാ. ഗീ റൈസ് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, ബട്ട് ചിക്കൻ കറി ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സവാള അരിഞ്ഞ് റെഡിയാക്കി. ഞാൻ അതിൻ്റെ ഈ ഭാഗങ്ങൾ ഞാൻ കുറച്ച് ഇങ്ങോട്ട് നടുഭാഗങ്ങളിൽ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മമ്മ അതേ തുണി ഇടാൻ പോവാണ്. ഹായ് അമ്മമ്മേ. എന്താ തുണി അലക്കിയ? ഇപ്പം ഞാൻ 1 കപ്പ് ഗീ റൈസിനുള്ള അരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് അരി എടുത്തു. നല്ലോണം നമുക്കിത് കഴുകിയെടുക്കാം. പാൻ ചൂടാക്കാൻ വെച്ചു. കുറച്ച് നേരം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നെയ്യ് ഒഴിക്കാം. 1 സ്പൂൺ നെയ്യ് ഇടുകയാണ്. ഞാൻ 1 കപ്പ് അരിയല്ല എടുത്തിട്ടുള്ളതുകൊണ്ട് അതിനാവശ്യമുള്ള നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യ് മെൽറ്റായി. ഇനി ഇതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുകയാണ്. ഇതിലേക്ക് ഞാൻ സവാളയുടെ നടുക്കത്തെ ഭാഗങ്ങൾ ഇടുവാണേ. ലേശം സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എത്രത്തോളം സവാള ഉണ്ടോ അത്രയും ടേസ്റ്റ് കൂടുന്നുമാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഞാൻ ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കാൻ പോവാണ്. നമ്മൾ ഈ കപ്പ് അരിയിലാണ് അളന്നെടുത്തത് 1 ഗ്ലാസ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ്. സോ 1.5 തിളപ്പിക്കാൻ വെച്ചു. ഞാൻ ഉപ്പും കൂടെ ഇപ്പം തന്നെ ഇടുകയാണ് വെള്ളത്തിൽ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. തിളച്ച വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണേ. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം. ഇടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് നെയ്യിൽ സവാള ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴട്ടിയെടുക്കാമെന്ന്. നല്ലോണം ബ്രൗൺ ആവുന്നവരെ നെയ്യിലിട്ട് വഴട്ടണം. ഇത് നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. റൈസ് വെന്തു. നമ്മൾ ഈ ഗാർണിഷ് ചെയ്ത ഈ നെയ്യിലോട്ടും സവാളയിലോട്ടും ഈ ഗീ റൈസ് ഒന്നും കൂടി ഇട്ടൊന്ന് വഴട്ടിയെടുക്കാൻ പോവാണേ. അങ്ങനെ നമ്മുടെ ഗീ റൈസ് റെഡിയായി, സെറ്റ്. ഇനി ചിക്കൻ കറി. ചിക്കൻ കറിക്ക് ചിക്കൻ ഞാൻ വാങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ചിക്കൻ കറി ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഗീ റൈസ് ഇതിപ്പോൾ 3ാമത്തെ 4ാമത്തെ വട്ടമാണ്. ചിക്കൻ കറി ഫസ്റ്റ് ടൈം. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളതിനെ കളിയാ. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു. സവാള ഇപ്പോൾ നമ്മൾ വഴട്ടാൻ പോവാണ്. സവാള കുറച്ച് നന്നായിട്ട് വഴട്ടാം. നല്ല ബ്രൗൺ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഓക്കെ, സവാള കുറച്ച് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്ര. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ, കാശ്മീരി ചില്ലിപ്പൊടി 1 സ്പൂൺ ഇടാം. മീറ്റ് മസാല, കുരുമുളക് പൊടി, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപ്പ്, 1 സ്പൂൺ ഉപ്പിടാം. ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടു. ആ മസാല നല്ലോണം ചിക്കനിലേക്ക് പിടിപ്പിക്കണം. ഞാനങ്ങനെ 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇത് മൂടി വയ്ക്കാൻ പോകും. ഈ സമയം കൊണ്ട് ഞാൻ സവാളയും തക്കാളിയും കുക്കുംബറും വെച്ച് സാലഡ് ഉണ്ടാക്കി. നമുക്ക് ചിക്കൻ കറി എന്തായെന്ന് തുറന്ന് നോക്കാം. വാവ്, കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ എൻ്റെ ചിക്കൻ കറി റെഡിയായി. ഇനി ഓരോരുത്തർ ടേസ്റ്റ് ചെയ്തിട്ട് പറയും. ഗീ റൈസും ചിക്കൻ കറിയും സാലഡും റെഡിയാണ്. കഴിച്ചു നോക്കാൻ പോവാണേ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ഗീ റൈസ് മെച്ചപ്പെട്ടു അല്ലേ അമ്മേ? സക്സസ്. കൊള്ളാമോ? ഗീ റൈസിനോട് കഴിക്കണം, എന്നാണ് നല്ല രുചി. ഇനി നന്ദു എണീറ്റ് വരുമ്പോൾ നന്ദുവിൻ്റെ അടുത്തും കൂടെ ചോദിക്കാം.